ഗൈസ് എന്തൊക്കെയാണ് ഇഷ്ടം നമ്മളൊന്നും ഉണ്ടാക്കാൻ പോകുന്ന ഒരു ലഡു കേട്ടോ. അപ്പോൾ നമ്മൾ ഒരു അവിൽ വെച്ചിട്ട് ലഡു ഉണ്ടാക്കാം. വളരെ സിമ്പിളായിട്ട് നമുക്ക് അവിൽ വെച്ചിട്ട് ലഡു ഉണ്ടാക്കാൻ പറ്റും. അപ്പോൾ ആദ്യം നമുക്ക് തേങ്ങ നമുക്ക് പൊട്ടിച്ചിട്ട് വെള്ളം ഉണ്ടാക്കാം. എന്ത് തേങ്ങ? ശ്രീലങ്കയുടെ തേങ്ങ ഇട്ടത്. അതാണ് പൊട്ടൈപ്പ്. വെള്ളമൊന്നുമില്ല, നല്ല തേങ്ങയാണ്, കുഴപ്പമില്ല കേട്ടോ. എടുത്തിട്ട് നമുക്കൊന്ന് ചിരവല്ല നമ്മളില്ല, അപ്പം മിക്സിയിലിട്ടൊന്ന് കറക്കണം. ഓക്കെ, അപ്പം അതിന് നമ്മൾ ആളിവിടെ വരുന്നുണ്ട്. സാർ നമുക്ക് മധുരത്തിൽ 2 ശർക്കര ഉപയോഗിക്കണം കേട്ടോ. ഓണമല്ലേ ശർക്കര നമ്മൾ ലഡുവിന് മധുരത്തിന് നമ്മൾ ശർക്കര ഉപയോഗിക്കണം. അപ്പോൾ ശർക്കര നമുക്ക് തോന്നുന്നത് 2 പീസ് ശർക്കര ഉണ്ട്. ഒന്ന് എന്താ പറയുക മെൽറ്റാക്കാൻ വേണ്ടിയിട്ട് എടുത്തിട്ട് നമുക്ക് ശർക്കര ഒന്ന് നമുക്ക് മെൽറ്റാക്കി എടുക്കാം. കഴിഞ്ഞ നമ്മൾ ശർക്കര അത്യാവശ്യം മെൽറ്റായിക്കൊണ്ടിരിക്കുന്നു കേട്ടോ. ഈ അവിൽ നമ്മളൊരു അവിലുണ്ട്, അവിൽ നമുക്ക് എന്തായാലും റോസ്റ്റ് ആക്കി എടുക്കണം കേട്ടോ. അപ്പോൾ നമുക്കൊരു പാൻ ഇതേപോലെ വെച്ചിട്ട് കുറച്ച് നെയ്യ് ഇട്ട് കൊടുക്കാം. നമ്മളതിൽ അവിൽ നമ്മുടെ കയ്യിൽ മട്ട അവിലായാലും വെള്ള അവിലായാലും, പക്ഷെ മട്ടയുടെ കുറച്ച് നല്ല കേട്ടോ. ഇവിടെ മട്ട കിട്ടാൻ കുറവാണ്, കിട്ടും പക്ഷെ നമ്മളെ കയ്യിലില്ല. നമ്മൾ വെള്ളം ഇട്ട് കൊടുത്തിട്ടുണ്ട്. അത്യാവശ്യം നല്ല റോസ്റ്റ് ആയിട്ട് കേട്ടോ, കളർ ജസ്റ്റ് അത് മാറിയിട്ടുണ്ട്. ഇനി അതിലേക്ക് നമുക്ക് 2 പീസ് ഏലക്ക, ഒരു കറാമ്പ്, 2 പീസ് ചെറിയ പട്ടയും കൂടി ഇട്ടൊന്ന് ചൂടാക്കി എടുക്കാം. അവിൽ അത്യാവശ്യം നല്ല റോസ്റ്റ് ചെയ്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അതിലേക്ക് നമ്മൾ ഈ അവലും ജസ്റ്റ് ഒന്ന് പൊടിച്ചെടുക്കണം. ഇതുപോലെ മിക്സിയിലെ ജാറെടുത്തിട്ട് പൊടിക്കാം, ഒന്ന് കറക്കി എടുക്കണം കേട്ടോ. കുറച്ച് അണ്ടിപ്പരിപ്പും കടലും ഒന്ന് കറക്കട്ടോ, വലുതായിട്ട് പേസ്റ്റ് ആക്കരുത്. ഇത്ര വേണ്ട. നമ്മൾ അവയും എന്താ പറയുക ഓഫാക്കും. അപ്പോൾ നമ്മൾ ചൂടുള്ള ശർക്കര വെളുപ്പാന് നമുക്ക് ഇതേപോലെ ഈ അവിൽ നമ്മൾ പൊടിച്ച് വെച്ചിട്ടുണ്ടായി ഒഴിക്കട്ടോ. അത്യാവശ്യം നല്ല ചൂടുണ്ടാവും, ശ്രദ്ധിക്കണം. ഇതിലേക്ക് നമുക്ക് നേരത്തെ നമ്മൾ എന്താ പറയുക ചിരകി വെച്ച് തേങ്ങ നമ്മൾ ഈ ചെറിയ ചൂടോടെ തന്നെ നമ്മളത് മിക്സ് ആക്കണം കേട്ടോ, അല്ലെങ്കിൽ ചിലപ്പോൾ അത് കിട്ടില്ല. അണ്ടിപ്പരിപ്പ്, മുന്തിരി, കടല ഇടുക. എന്നിട്ട് കൈയ്യോട് നല്ലോണം കുഴക്കട്ടോ. നോക്കിയാ ഇപ്പോൾ എന്താ പറയുക ഉണ്ടാക്കിയിട്ടുണ്ടോ, എന്നാലും നമ്മൾ ആ ചൂടുക്കറിന് കിട്ടും സാധനം. വലിയ കുറച്ച് ചെറുതാക്കി ബോളാക്കാം, നമുക്ക് ഏത് ഷേപ്പിലുണ്ടാക്കാം. ഇതൊക്കെ നിങ്ങളൊന്ന് പ്രാവശ്യങ്ങൾ വീട്ടിൽ ഉണ്ടാക്കി നോക്കിക്കോളി. നട്ട്സില്ലെങ്കിൽ കുഴപ്പമൊന്നുമില്ല. തേങ്ങ, ശർക്കര, അവിൽ, 2 പീസ് ഏലക്ക, ഒരു കറാമ്പ്, പട്ട ഉണ്ടെങ്കിൽ സിമ്പിളായിട്ട് വൈകുന്നേരം ചാടക്കടി സിമ്പിൾ. വീട്ടിലേക്ക് വെച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മളെ ഗസ്റ്റ് ഒന്ന് നമുക്ക് ഒരുപാട് ഉപകാരം ചെയ്തേക്കാം. മൈക്ക, അതുപോലെ ബ്ലൂടൂത്ത്, അങ്ങനെ പകുതി വിലക്ക് എന്ത് സാധനങ്ങൾ വേണമെങ്കിലും നമുക്ക് നല്ലൊരു ചെറിയൊരു സുലൈമാൻ വെച്ചിട്ടുണ്ട്. സുലൈമാൻ എന്നാൽ പകുതി അടിക്കും. നമ്മുടെ നാട്ടിൽ ലഡുവിനോട് തീറ്റിക്കണം. നമ്മുടെ ഗസ്റ്റുകളൊക്കെ അവിടെ റെഡിയിട്ടുണ്ട്. സൽമാൻ
എന്താണ് अच्छा है सामान बहुत बढ़िया बढ़िया वाओ നല്ല ചോറ് बढ़िया കുറച്ച് മാറിട്ടുണ്ട് बहुत अच्छा है बहुत अच्छा है ആദ്യം കഴിക്ക് ആ ഏ കേരള സ്റ്റൈല് अच्छा है ഓക്കെ അല്ലേ ഇതുപോലെ ഉണ്ടായിക്കോ അടിപൊളി ടേസ്റ്റ് ആട്ടോ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്തോളാം